ഹായ്, വെൽക്കം ടു ആർട്ട് ടോക്സ്. എല്ലാവർക്കും ആർട്ട് ടോക്സിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് റൈഷ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ സൗത്ത് കൊറിയയിലുള്ള ഡെമോഗ്രാഫിക് ഡിക്ലൈനെ കുറിച്ചാണ്. വെച്ചാൽ സൗത്ത് കൊറിയയിലുള്ള ജനസംഖ്യയിലെ ഇടിവിനെ കുറിച്ചിട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയാണ്, സാമ്പത്തിക ശക്തിയാണ് സൗത്ത് കൊറിയ. ദക്ഷിണ കൊറിയ എന്ന് പറയും മലയാളത്തിൽ, രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വളരെ വൻതോതിലുള്ള ഒരു സാമ്പത്തിക പുരോഗതി നേടിയ ഒരു രാഷ്ട്രമാണ്. പല യൂറോപ്യൻ രാഷ്ട്രങ്ങളെക്കാളും കൂടുതൽ സമ്പന്നമായ ഒരു ഏഷ്യൻ രാജ്യമാണ് സൗത്ത് കൊറിയ. എന്നുവെച്ചാൽ നമുക്കറിയാം, സ്വതവേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഏഷ്യൻ രാഷ്ട്രങ്ങളെക്കാൾ മുന്നിലാണ്. എന്നാൽ വളരെ ചുരുക്കം ചില ഏഷ്യൻ രാഷ്ട്രങ്ങൾ മാത്രമേ യൂറോപ്യൻ രാഷ്ട്രങ്ങളെക്കാളും വെസ്റ്റേൺ കൺട്രീസിനേക്കാളും കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളൂ സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു രാഷ്ട്രമാണ് സൗത്ത് കൊറിയ. അപ്പോൾ ഈ സൗത്ത് കൊറിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വെച്ചാൽ അവരുടെ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് വെച്ചാൽ ജനനനിരക്കിലുള്ള കുറവ്. അപ്പോൾ ജനനനിരക്കിലുള്ള കുറവാണ് അവരുടെ പ്രധാനപ്പെട്ട ഡെമോഗ്രാഫിക് ഡിക്ലൈനിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ജനസംഖ്യ ഇടിവിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ ജനനനിരക്ക് വല്ലാതെ കുറവാണ്. വെച്ചാൽ സൗത്ത് കൊറിയയിലെ ജനനിരക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ 2023 കണക്ക് പ്രകാരം, ഇപ്പോൾ 2025 2023 കണക്ക് പ്രകാരം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 4.5 ആണ്. 4.5 1000 പേർക്ക് 1000 സ്ത്രീകൾക്ക് 4.5 കുട്ടികളാണ് ഒരു വർഷം അവിടെ ഉണ്ടാകുന്നത്. അതാണ് ബർത്ത് റേറ്റ്. അപ്പോൾ അവിടുത്തെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 6.9 ആണ്. 6.9 എന്ന് പറയുമ്പോൾ 6.9 പേര്, 1000 പേർക്ക് 6.9. ബർത്ത് റേറ്റിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കല്ല, 1000 സ്ത്രീകൾക്കല്ല, 1000 പേർക്ക് 4.5 പേരാണ് ജനിക്കുന്നത്. ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ 1000 പേരുണ്ടാകുമ്പോൾ അതിൽ 6.9 പേര് മരിക്കുന്നു. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെത്ത് റേറ്റ് കൂടുതലാണ് എന്ന് ബർത്ത് റേറ്റിനേക്കാളും. അപ്പോൾ അതിനെ കൊണ്ടുണ്ടാകുന്ന പരിണിത ഫലം എന്ന് വെച്ചാൽ ജനസംഖ്യയിലുള്ള ഇടിവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ 2023 കണക്ക് പ്രകാരം എന്ന് വെച്ചാൽ സൗത്ത് കൊറിയയിലെ ജനസംഖ്യ കുറയാൻ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റാണ്. ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലത്തിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം, അതാണ് ഫെർട്ടിലിറ്റി റേറ്റ്. ഒരു രാജ്യത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് TFR എന്ന് പറയും. അതെന്ന് വെച്ചാൽ പ്രത്യുൽപാദന നിരക്ക് എന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ 0.72 ആണ്. 0.72 ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ 0.72 കുട്ടികളാണ് ഉണ്ടാകുന്നത് സൗത്ത് കൊറിയയിൽ 2023 കണക്ക് പ്രകാരം. അതെന്ന് വെച്ചാൽ വളരെയധികം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ 2.1 ഉണ്ടെങ്കിൽ മാത്രം, 2.1 കുട്ടികൾ ഒരു സ്ത്രീക്ക് ഉണ്ടായാൽ മാത്രമേ, വെച്ചാൽ TFR റേറ്റ് 2.1 ആയാൽ മാത്രമേ ആ ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യ സസ്റ്റൈനബിളായിട്ട് നിൽക്കും. അങ്ങനെ 2.1 കുറയുകയാണെങ്കിൽ ഒരു 30-40 വർഷം കഴിഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ കുറയാൻ തുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ സൗത്ത് കൊറിയയിലുള്ള ജനസംഖ്യ എന്ന് വെച്ചാൽ TFR റേറ്റ് കുറഞ്ഞിട്ട് വെച്ചാൽ 2.1 കുറഞ്ഞതെന്ന് വെച്ചാൽ 1980-കളിലാണ്. 80-കളിലാണ് എന്ന് വെച്ചാൽ ലേറ്റ് 80s 80-കളുടെ അവസാനം. അപ്പോൾ അപ്പോഴാണ് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ജനനിരക്കല്ല TFR 2.1 കുറഞ്ഞത്. 1990 ആകുമ്പോഴേക്ക് അവരുടെ TFR റേറ്റ് 1.57 ആയി, 1.57 ആയി. 85 2.23 ആയിരുന്നു. 90 ആകുമ്പോഴേക്ക് അത് 1.57
അപ്പോൾ എന്ന് വെച്ചാൽ വൻതോതിലുള്ള ഒരു ഡിക്ലൈനാണ് ആ ഒരു 80s സംഭവിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അതിനുശേഷം എന്ന് വെച്ചാൽ 2023 എന്ന് വെച്ചാൽ ഇപ്പോൾ 0.7, ഇപ്പോൾ അല്ല 2023 0.72 അപ്പോൾ 0.72 0.72. അപ്പോൾ വൻതോതിൽ തന്നെ അവിടെയുള്ള സ്ത്രീകൾ കുട്ടികളെ ഉണ്ടാക്കുന്നത് കുറഞ്ഞു. കുട്ടികളെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പ്രത്യുൽപാദനം എന്ന് വെച്ചാൽ TFR റേറ്റ് കുറഞ്ഞു. ഒരു സ്ത്രീക്ക് ജീവിതകാലത്ത് മുഴുവൻ 0.72 എന്ന് വെച്ചാൽ 0.72 കുട്ടികൾ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ വികസിത രാഷ്ട്രങ്ങൾ എന്ന് വെച്ചാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ഗ്ലോബൽ എക്കണോമിക്സ് മേജർ ഗ്ലോബൽ എക്കണോമിക്സ് എടുത്താലെന്ന് വെച്ചാൽ 20 എക്കണോമിക്സ് ആണല്ലേ. അതിൽ എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് റേറ്റ് എന്ന് വെച്ചാൽ സൗത്ത് കൊറിയക്കാണ് 0.72. ഇത് വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. കാരണം വെച്ചാൽ 2.1 എന്ന് കുട്ടികൾ 2.1 സസ്റ്റൈനബിൾ ആയിട്ടുള്ള ജനസംഖ്യ ഉണ്ടാകാൻ വേണ്ടത്. 2.1 കുറയുകയാണെങ്കിൽ വെച്ചാൽ അവരുടെ ജനസംഖ്യ ഒരു 30-40 വർഷം കഴിഞ്ഞാൽ കുറയാൻ തുടങ്ങും. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും 70s ഇത് സംഭവിച്ചത്. സൗത്ത് കൊറിയയിൽ ഇത് സംഭവിച്ചത് 80s മാത്രമാണ്. അതുകൊണ്ടാണ് എന്താ പറയുക അവരുടെ ജനസംഖ്യ കുറയാൻ തുടങ്ങിയത് ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. എന്നാൽ ജപ്പാൻ പിന്നെ മറ്റ് പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ഈ ജനസംഖ്യ കുറയാൻ തുടങ്ങിയിട്ട് വെച്ചാൽ ഏകദേശം ഒരു 10-15 വർഷത്തോളമായി, 10 to 15 years ആയി. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ TFR റേറ്റ് കുറച്ച് നേരത്തെ 70കളിൽ തന്നെ 1970s തന്നെ 2.1 കുറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പിന്നെ ജപ്പാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും കുറച്ച് മുമ്പേ തുടങ്ങിയത് എന്ന് വെച്ചാൽ ജനസംഖ്യ ഇടിവ് കുറച്ച് മുമ്പേ തന്നെ തുടങ്ങിയത്. എന്ന് വെച്ചാൽ 10-15 വർഷം മുമ്പ് തന്നെ തുടങ്ങിയത്. എന്നാലെന്ന് വെച്ചാൽ സൗത്ത് കൊറിയ എന്ന് വെച്ചാൽ ആകെ ഏതാനും വർഷങ്ങളായിരുന്നു, 3-4 വർഷമായിട്ടുള്ളൂ, 3-4 വർഷമായിട്ടുള്ളൂ ജനസംഖ്യ കുറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ എന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജപ്പാനിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും എന്ന് വെച്ചാൽ 1 മുകളിലാണ് അവരുടെ 1.4 1.5 ആ ഒരു റേറ്റിലാണ് എന്താ പറയുക TFR റേറ്റ് ഉള്ളത്. എന്നാലെന്ന് വെച്ചാൽ സൗത്ത് കൊറിയയുടെ എന്ന് വെച്ചാൽ 1 കുറവാണ് 0.72. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ സൗത്ത് കൊറിയയിലുള്ള ജനസംഖ്യ എന്ന് വെച്ചാൽ ഒരു വലിയ ക്രാഷ് എന്ന് വെച്ചാൽ ഒരു 30-40 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള വ്യാപ്തി തിരിച്ചറിയാൻ പറ്റും. ഒരു വലിയൊരു ക്രാഷ് ഉണ്ടാവും അവരുടെ ജനസംഖ്യയിൽ. ഇത് നല്ല കാര്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ, സോഷ്യലായിട്ടും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഏജ് എന്ന് വെച്ചാൽ വർക്കിംഗ് ഏജ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ 18 മുതൽ 60 വരെയാണ്. അപ്പം ഈ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് എന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രായം, അധ്വാനിക്കുന്ന പ്രായം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 60 വയസ്സിന് ശേഷം എന്ന് വെച്ചാൽ എല്ലാവരും എന്താ പറയുക റിട്ടയർ ആവും. 18 വയസ്സിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ കോളേജിലായിരിക്കും. സ്കൂൾ മീൻസ് പിന്നെ കോളേജിൽ പോകുകയാണെങ്കിൽ ഒരു 4 വർഷം കൂടി 3 വർഷം 4 വർഷം 5 വർഷം അല്ലെങ്കിൽ 6-7 വർഷം ഏത് ഡിഗ്രിയാണ് എടുക്കുന്നത്, ഏത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് എടുക്കുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഭൂരിഭാഗം പേരും 18 വയസ്സിന് ശേഷം പല രാഷ്ട്രങ്ങൾ ഭൂരിഭാഗം രാജ്യങ്ങളിലും എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ന് വെച്ചാൽ 18 മുതൽ 60 വയസ്സ് വരെയാണ് എന്താ പറയുക വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാലഘട്ടം. ആ പ്രൊഡക്റ്റീവായ കാലഘട്ടത്തിലുള്ള ആൾക്കാർ കുറയുമ്പോൾ എന്ന് വെച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ 60 വയസ്സിനുള്ള മുകളിലുള്ളവരുടെ എണ്ണം കൂടുമ്പോൾ എന്ന് വെച്ചാൽ ജനസംഖ്യ കുറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഡെത്ത് റേറ്റ് കുറയും, ബർത്ത് റേറ്റും കുറയുകയും ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിലുള്ള പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരും. അപ്പോൾ അവരെയും കൂടി എന്താ പറയുക കൊണ്ടുപോകേണ്ടത്, അവരെയും കൂടി എന്താ പറയുക അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും ഒക്കെ എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നില്ല, എന്ന് വെച്ചാൽ 18 മുതൽ 60 വയസ്സ് വരെയുള്ള വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വളരെയധികം പ്രത്യാഘാതങ്ങളുണ്ടാവും.
അപ്പോൾ അതിന് അത് ഓൾറെഡി സൗത്ത് കൊറിയയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ എഫക്ട്സ് വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഭൂരിഭാഗം പേരും എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ശതമാനം എന്ന് വെച്ചാൽ വർക്കിംഗ് ഏജാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ 80s മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ TFR കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജനസംഖ്യ ഇടിവ് അങ്ങനെ കാര്യമായിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല, കാര്യമായിട്ടുള്ള അതിൻ്റെ എഫക്റ്റ് വരാൻ തുടങ്ങിയിട്ടില്ല. എന്നാലും എന്ന് വെച്ചാൽ ഒരു 10-20 വർഷം കൊണ്ട് എന്ന് വെച്ചാൽ അവിടെ സൗത്ത് കൊറിയയിലെല്ലാം വൻതോതിലുള്ള എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി അവിടെ ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക ജനസംഖ്യയുടെ എണ്ണം കുറയാൻ തുടങ്ങി കഴിഞ്ഞ 2-3 വർഷമായിട്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ അപ്പോഴേക്ക് അവരുടെ റിട്ടയർമെൻറ്റ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരും. പല ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇമിഗ്രേഷൻ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല, ചെറിയ തോതിൽ മാത്രമേ ഇമിഗ്രേഷൻ നടത്തുന്നുള്ളൂ. പ്രധാനമായിട്ടും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നും പിന്നെ എന്ന് വെച്ചാൽ നേപ്പാൾ തുടങ്ങിയിട്ടുള്ള സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ നിന്നുമാണ് അവർ എന്താ പറയുക ആൾക്കാരെടുക്കുന്നത്. അവർ ആ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റാണ്, ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ കുറച്ച് സ്ട്രിക്റ്റാണ്. സൗത്ത് കൊറിയയിൽ എന്ന് വെച്ചാൽ 1900-ൽ 6 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സ്ത്രീക്ക് TFR റേറ്റ്. അപ്പോൾ 1900-ൽ TFR റേറ്റ് 6 ആയിരുന്നു. 1950-കളിലും TFR റേറ്റ് എന്ന് വെച്ചാൽ 6.3 6.3 ആയിരുന്നു. പിന്നെന്ന് വെച്ചാൽ 2023 ആകുമ്പോഴേക്കെന്ന് വെച്ചാൽ അവരുടെ TFR റേറ്റ് എന്ന് വെച്ചാൽ 0.72 0.72 എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ 6 കുട്ടികളുണ്ടായ ഒരു രാജ്യമാണ്. ഒരു സ്ത്രീക്ക് 6 കുട്ടികളുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് 2023 ആകുമ്പോഴേക്ക് 0.72 എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയൊരു ഇടിവാണ് എന്ന് വെച്ചാൽ സൗത്ത് കൊറിയയിൽ സംഭവിച്ചത്. അപ്പോൾ മറ്റൊരു വികസിത രാഷ്ട്രത്തിലും ഈ ഒരു അവസ്ഥയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ ഏതാനും വർഷമേ ആയിട്ടുള്ളൂ, 3-4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവരുടെ എന്താ പറയുക ജനസംഖ്യ കുറയാൻ തുടങ്ങിയിട്ട്. കാരണം വെച്ചാൽ മരണനിരക്ക് വളരെയധികം കുറഞ്ഞു, ജനനനിരക്ക് അതിനേക്കാളും കൂടുതൽ കുറഞ്ഞു. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ജനങ്ങളുടെ എണ്ണം കുറയുമ്പോൾ എന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടിവ് സംഭവിക്കും. GDPയിലും GDP പെർ ക്യാപിറ്റയിലും ഇടിവ് സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ ജനസംഖ്യ കുറയാന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ജനനനിരക്ക് കുറയാന്ന് വെച്ചാൽ ആൾക്കാരുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കുറയുമ്പം വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതിനെ ഇപ്പോൾ എന്ന് വെച്ചാൽ പല സൗത്ത് കൊറിയ നേരിടുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്ന് വെച്ചാൽ അവർ 2 രീതിയിലാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10-15 വർഷത്തോളമായിട്ട് അവർ അതിനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ ഇത് വളരെ വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 2024 ഇതുവരെയുള്ള മാസങ്ങളിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് അവരുടെ TFR റേറ്റിൽ. അപ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ പരിശോധിക്കാം അത് ഭാവിയിൽ. പക്ഷേ എങ്കിൽ പോലും അവരുടെ ജനസംഖ്യ എന്ന് വെച്ചാൽ അവരുടെ TFR റേറ്റ് 0.72 എന്ന് പറയുന്നത് ഇത് ബാധിക്കുക എന്ന് വെച്ചാൽ 20-30 വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ സൗത്ത് കൊറിയ തിരിച്ചറിയുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയുള്ള വർക്ക് കൾച്ചറാണ്. അവിടെയുള്ള വർക്ക് കൾച്ചർ എന്ന് വെച്ചാൽ 996 എന്ന് അറിയാം. 996 എന്ന് പറഞ്ഞാൽ ഫ്രം 9 o'clock to 9 o'clock 9 മണി മുതൽ 9 മണി വരെ 6 ദിവസം, ഒരാഴ്ചയിൽ 6 ദിവസവും വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക ലൈഫ് സ്റ്റൈലാണ് ഇവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ വളരെ പോക്കാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഫലമായിട്ടെന്ന് വെച്ചാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യുവാക്കളെന്ന് വെച്ചാൽ കുട്ടികളെന്നും ഉണ്ടാക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ കുറേയൊക്കെ വെയ്റ്റ് സ്ലേവും കുറേ ഒരു കോർപ്പറേറ്റ് സ്ലേവും ഒക്കെയാണ് എന്നുള്ളൊരു
വിചാരമാണ്, വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ എന്തിനാണ് വെറുതെ ഈ ലോകത്തിലേക്ക് കുട്ടികളെ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ളൊരു ചിന്താരീതിയാണ് അവർക്കുള്ളത്. എന്നുവെച്ചാൽ അവർക്ക് അവരുടെ ലൈഫൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടെ മക്കളെയും കൂടി ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയില്ല. എന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമല്ലല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ സമയം വേണം, അതിനനുസരിച്ച് തന്നെ ജീവിതം ആസ്വദിക്കണം. അപ്പോൾ അതിനൊക്കെയെന്ന് വെച്ചാൽ കുട്ടികളുണ്ടാകുമ്പോൾ വെച്ചാൽ അതും കൂടി ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ആ ഒരു ലൈഫ് സ്റ്റൈലാണ് അവിടെ എന്ന് വെച്ചാൽ കുട്ടികളുണ്ടാകുന്നവർ തന്നെ ഒരു കുട്ടി മതി എന്നൊരു ഇതാണ്, അപ്പോൾ പോളിസിയാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ജനസംഖ്യ എന്ന് വെച്ചാൽ ഡൗൺവേർഡ് ട്രെൻഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെയുള്ള ഒരു കൾച്ചർ, വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ മോഡേൺ യൂറോപ്യൻ എഫിഷ്യൻസിയും കോമ്പറ്റീവ്നെസ്സും പിന്നെ ഈസ്റ്റേൺ എന്താ പറയുക കൾച്ചർ വാല്യൂസും രണ്ടും കൂടിയിട്ട് ചേരുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അമാൽഗമാണ്. അതിനെക്കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ വളരെയധികം മുകളിലേക്ക് കൊണ്ടുപോവുക, അതാണ് അവരുടെ ഒരു പോളിസി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടെന്ന് വെച്ചാൽ ഈവൻ കുട്ടികളുണ്ടാകുന്നവർ തന്നെ ഒരു കുട്ടി മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ്. പിന്നെയെന്ന് വെച്ചാൽ കുട്ടികളുണ്ടാകാത്തവരെന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്തവരെന്ന് വെച്ചാൽ കുട്ടികളെ വേണ്ട എന്ന് വെച്ചാൽ ഈ വർക്ക് പ്രഷറൊക്കെ കാരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു മൊത്തത്തിലുള്ളൊരു ഒരവസ്ഥയാണ് അവിടെയുള്ളത്. മാത്രമല്ല പിന്നെയെന്ന് വെച്ചാൽ അത്രയൊരു എന്താ പറയുക ഭാവിയെക്കുറിച്ചിട്ട് വലിയ ശുഭാപ്തി വിശ്വാസമൊന്നും ഇല്ലാതാകുമ്പോൾ പലവരും എന്ന് വെച്ചാൽ കുട്ടികളുണ്ടാകുക എന്താ പറയുക ചിൽഡ്രനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകും. അതൊരു മോഡേൺ എന്താ പറയുക ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളെ നാട്ടിലത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരിയും. ഇപ്പോൾ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്ന് വെച്ചാൽ ആ ഒരു കോമ്പറ്റീവ്നെസ്സും കുറച്ചും കൂടി ഒന്ന് ശക്തമായി വന്നാൽ നമുക്കതിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ നാട്ടിലും വരാൻ തുടങ്ങും. ഓൾറെഡി തന്നെ നമ്മുടെ നാട്ടിൽ ചെറിയ തോതിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനെന്ന് വെച്ചാൽ കൊറിയൻ ഗവൺമെൻറ് കൊറിയയിലെ ഭരണകൂടം ഇതിനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു എന്താ പറയുക അവർക്ക് എന്ന് വെച്ചാൽ 5 year പ്ലാൻസ് നടത്തുകയാണ്. എന്ന് വെച്ചാൽ ചൈൽഡ് ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 year പ്ലാൻസ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ 4th പ്ലാനിലാണുള്ളത്, 2021 മുതൽ 2025 വരെ. എന്നുവെച്ചാൽ അതിനായിട്ടെന്ന് വെച്ചാൽ എന്താ പറയുക പാരൻറ്റിങ്ങിനും വർക്കിനും പറ്റിയതാക്കി മാറ്റുക വർക്ക് എൻവയോൺമെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇന്നോവേഷൻ വഴി പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് സൃഷ്ടിച്ചെടുക്കുക, പിന്നെ ജെൻഡർ ഈക്വൽ വർക്ക് പ്ലേസ് ഉണ്ടാക്കുക, ഹൈ ക്വാളിറ്റി കെയർ സിസ്റ്റം സൃഷ്ടിക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ കുട്ടികളുള്ള വീടുകൾക്ക് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സപ്പോർട്ട് ഗവൺമെൻറ് സപ്പോർട്ട്സ് കൊടുക്കുക. അങ്ങനെയുള്ള പല പിന്നെ കൾച്ചറലായിട്ടും മറ്റും അവർക്ക് ഒരു സേഫ്റ്റി നെറ്റ് ശക്തിപ്പെടുത്തുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ 5 year പ്ലാൻസിൽ ലക്ഷ്യമിടുന്നത്. നമുക്ക് നോക്കാം അത്ര മാത്രം വിജയിക്കുന്നു. പിന്നെ ഇമിഗ്രേഷൻ അങ്ങനെ കാര്യമായിട്ട് നടക്കുന്നില്ല. ഇമിഗ്രേഷൻ കാര്യമായിട്ട് നടക്കാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവർക്കെന്ന് വെച്ചാൽ ഒരു കൾച്ചറിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ അവർ അവരുടെ സെയിം കൾച്ചറൽ വാല്യൂസ് ഉള്ള സ്റ്റേറ്റ്സിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ അതിന് ഏകദേശം ഒരു അടുത്തുള്ള ഒരു സ്റ്റേറ്റ്സിൽ നിന്നാണ് അവർ വർക്കേഴ്സിനെ കൊണ്ടുവരാൻ വെച്ചാൽ ഇമിഗ്രൻസിനെ കൊണ്ടുവരാൻ അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മെയിനായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അവിടെ നിന്നാണ് അവർ മെയിനായിട്ട് വർക്കേഴ്സിനെ എടുക്കുന്നത്, സിമിലർ കൾച്ചറുള്ള രാജ്യങ്ങളിൽ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എത്രമാത്രം ഇതിൻ്റെ അവസ്ഥയായിരിക്കും, അങ്ങനെ ഇതിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നു. 2024 കണക്ക് പ്രകാരം എന്ന് വെച്ചാൽ ആദ്യത്തെ 8-10 മാസം എന്ന് വെച്ചാൽ TFR 1 കൂടുതലായിരുന്നു, കൂടുതൽ ഒന്നിൽ അല്പം കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഇത്തരത്തിലുള്ള ഈ പദ്ധതികളൊക്കെ അവരെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എന്ന് വെച്ചാൽ അവരുടെ ജനസംഖ്യ എന്ന് വെച്ചാൽ സൗത്ത് കൊറിയയിലെ ജനസംഖ്യ എന്ന് വെച്ചാൽ 5
കോടിയിലധികം വരും ഇപ്പോൾ പിന്നെ സൗത്ത് കൊറിയയിലല്ല. എന്ന് വെച്ചാൽ നോർത്ത് കൊറിയയും കൂടി കൂട്ടിയാൽ 8 കോടിയോളം വരും അവരുടെ ജനസംഖ്യ. ഇപ്പോഴത്തെ പിന്നെ ബർത്ത് റേറ്റ് എന്ന് വെച്ചാൽ ചൈൽഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 5.3 അവരുടെ. 2013 ഇപ്പോൾ 5.3 മാറി. 2020 ഇപ്പോൾ അല്ല, 2020 5.3. 2023 ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 4.5, നേരെ പറഞ്ഞത് 4.5. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 2023 6.9 ഡെത്ത് റേറ്റാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ബർത്ത് റേറ്റ് 4.5, ഡെത്ത് റേറ്റ് 6.9 ആകുമ്പോൾ അറിയാലോ, അപ്പോൾ നല്ല വ്യത്യാസം. അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെമോഗ്രാഫിക് ഡിക്ലൈൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ജനസംഖ്യയിൽ ഇടിവ് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ മൈഗ്രേഷൻ റേറ്റ്, നെറ്റ് മൈഗ്രേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ 2.63 ആണ്. 1000 പീപ്പിളിന് 1000 പേർക്ക് 2.63 പേരാണ് ഇപ്പോൾ 2022 കണക്ക് പ്രകാരം ഇമിഗ്രേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിലേക്ക്. അപ്പോൾ ബർത്ത് റേറ്റ് പ്ലസ് മൈഗ്രൻ്റ് റേറ്റ് മീൻസ് ഇമിഗ്രേഷൻ റേറ്റ്, അത് ഡെത്ത് റേറ്റ് കുറവാണെങ്കിൽ 6.9 കുറവ്, മീൻസ് ഡെത്ത് റേറ്റ് കുറയുമ്പോഴാണ് എന്താ പറയുക ജനസംഖ്യയിൽ ഇടിവ് സംഭവിക്കുന്നത്. ഇപ്പോൾ ജനസംഖ്യയിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട്. ഈ ഇമിഗ്രേഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരങ്ങനെ ഒരു എന്താ പറയുക വൻതോതിൽ പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പോലെയും അല്ലെങ്കിൽ അമേരിക്കയിലെ പോലെയും അവർ വൻതോതിൽ ഇമിഗ്രേഷൻ നടത്തുന്നില്ല. പകരം എന്ന് വെച്ചാൽ അവർ വളരെ എന്ന് പറഞ്ഞാൽ അവരെ കൾച്ചർ അവർ വളരെയധികം എന്ന് പറയുക പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് അറിയാം ഈ കൾച്ചറിലും മറ്റും ചേഞ്ച് ഉണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവർ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ വളരെ വളരെ എന്താ പറയുക കൺസർവേറ്റീവായിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടെന്ന് വെച്ചാൽ അടുത്ത ഒരു 20-30 വർഷത്തിനുള്ളിൽ എന്ന് വെച്ചാൽ അവരുടെ ജനസംഖ്യയിൽ വൻതോതിൽ ഇടിവ് സംഭവിക്കും. അതുമാത്രമല്ല അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരെന്ന് വെച്ചാൽ ഏഷ്യയിലെ 2-മത്തെയോ 3-മത്തെയോ സമ്പദ് വ്യവസ്ഥയാണ് അവർ. അപ്പോൾ അതിൽ കോട്ടം തട്ടും. 2-മത്തെയോ 3-മത്തെയോ ഈസ്റ്റ് ഏഷ്യയിൽ 2-മത്തെയോ 3-മത്തെയോ, ഏഷ്യയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ അവർ 2-മത്തെയോ 3-മത്തെയോ ആണ്. പക്ഷേ എന്ന് വെച്ചാൽ GDP റേറ്റിൽ എന്ന് വെച്ചാൽ 4-മത്തെയോ മറ്റോ സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷേ ഇതിൻ്റെ ഫലമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സമ്പദ് വ്യവസ്ഥയിൽ വൻതോതിൽ കുറവ് വരും, ശക്തിക്ഷയം സംഭവിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം അവർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് വെച്ചാൽ അവരെ 60+ ഏജിലുള്ള ആൾക്കാരെയും കൂടി വർക്ക് ഫോഴ്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കണം. വെച്ചാൽ 60 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആൾക്കാരെയും കൂടി ചെറിയ ചെറിയ വർക്ക്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഇൻസെൻറ്റീവ്സൊക്കെ കൊടുത്തിട്ട് വർക്ക് ഫോഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ജോലിയല്ല, കുറച്ചും കൂടി എന്താ പറയുക ശക്തി അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫിസിക്കൽ ലേബറൊന്നും ഇല്ലാത്ത ജോബ്സ് കൊടുത്തിട്ട് ഫിസിക്കൽ ലേബർ ഉണ്ടാവും. പക്ഷേ എന്ന് വെച്ചാൽ അത്ര ഒരു കാഠിന്യം കുറഞ്ഞ ഫിസിക്കൽ ലേബറിലുള്ള ജോലി കൊടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ അവരെ വർക്ക് ഫോഴ്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നതും കൂടി അവർ നോക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ AI-യും റോബോട്ടിക്സും അത് വൻതോതിൽ തന്നെ നടക്കുന്ന ഒരു രാജ്യമാണ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ. അത് ചൈന ആയിക്കോട്ടെ, സൗത്ത് കൊറിയ ആയിക്കോട്ടെ, പിന്നെ ജപ്പാൻ ആയിക്കോട്ടെ. അവരെന്ന് വെച്ചാൽ AI ചിപ്സും പിന്നെ റോബോട്ടിക് വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല എന്താ പറയുക റോബോട്ടിക്സിൻ്റെ കാര്യത്തിൽ വളരെ അധികം മുന്നിലാണ് ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, നമുക്കറിയാം. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ പറയാമെന്നുള്ളത് അപ്പോൾ അവരെന്ന് വെച്ചാൽ ഇപ്പം കാര്യമായിട്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെ അത്ര കാര്യമായിട്ടുള്ള ഒരു ഫലമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചൈൽഡ് ബർത്ത് റേറ്റിൽ. പക്ഷേ എന്ന് വെച്ചാൽ അവർക്കെന്ന് വെച്ചാൽ അതൊന്ന് കുറച്ചുകൂടി എന്താ പറയുക ശക്തമായ രീതിയിൽ കൂടുതൽ വർക്ക് ഇപ്പോഴാണ്. കാരണം വെച്ചാൽ 2019 ശേഷമാണ് അവർ എന്താ പറയുക ഇതൊരു
ഒരു നാഷണൽ എമർജൻസി എന്ന പോലെ എടുത്തിട്ട് കഴിഞ്ഞ ഒരു 4-5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവർ ഒരു നാഷണൽ എമർജൻസി പോലെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റിലുള്ള കുറവ് എടുത്തിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് വെച്ചാൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ. പിന്നെയെന്ന് വെച്ചാൽ കോവിഡ് വന്നതിന് ശേഷം ചെറിയൊരു ഡിപ്പും കൂടി സംഭവിച്ചു ബർത്ത് റേറ്റിൽ. അപ്പോൾ മൊത്തത്തിൽ താഴോട്ടാണ്. നമുക്ക് നോക്കാം. 2024 ചെറിയൊരു എന്താ പറയുക ഉയർച്ച ഉണ്ടായിട്ടുണ്ട് 2020 ആദ്യത്തെ 10 മാസങ്ങളിൽ. നമുക്ക് നോക്കാം അപ്പോൾ ടോട്ടൽ റേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ സൗത്ത് കൊറിയനെ കുറിച്ചിട്ട് ഇപ്പോൾ ഇനിയിപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. പിന്നെ ഇന്നത്തെ സൗത്ത് കൊറിയയെക്കുറിച്ച് ഇനിയിപ്പം പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ബൈ.